എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2025 ഉത്രട നക്ഷത്രക്കാര് 2024 നല്ല ഫലങ്ങളില്ല, ഇനി 2025 ആകുമ്പോഴത്തേക്ക് നല്ല ഫലം ഉണ്ടോയെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് മുക്കുവരും. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2025 ആകുമ്പോഴത്തേക്ക് നല്ല ഫലങ്ങൾ കിട്ടുമല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉത്രട നക്ഷത്രം 2025 ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് 10 മിനിറ്റ് ശ്രദ്ധിക്കണം. ഇവർ പറയുന്ന എത്രത്തോളം ശരിയുണ്ട്, ഇവർ പറയുന്ന എത്രത്തോളം സത്യമുണ്ടെന്ന്. ചിലവർ കൈയടിക്കൊക്കെ വേണ്ടി നല്ല നല്ല ഫലങ്ങൾ വരും. പക്ഷേ ശരി, 2025 നല്ല ഫലങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ ജീവിതം എന്താ പറയുക, മുന്നോട്ട് പോയിട്ടില്ല, ജോലിയില്ല, തടസ്സങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100-ൽ ഒരു 70% ഈ ജ്യോത്സ്യന്മാർ എല്ലാവരും ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞാൽ 70% ആൾക്കാരുടെ കാര്യം നടക്കുന്നില്ല. അപ്പം 100-ൽ 30% പേരുടെ കാര്യങ്ങൾ നടന്ന് ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ അവർ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് മൈൻഡ് ചെയ്യാറുമില്ല ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2025 ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് നമ്മുടെ ഈശ്വരൻ വഴികാട്ടി തരും. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഒരിക്കലും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുത്തില്ല എന്ന് നമുക്കൊരു ആത്മാർത്ഥത്തോടൊരു വിശ്വാസം ഉണ്ടാണ്. നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ്, വൈകുന്നേരം രാവിലെയൊക്കെ വിളക്ക് കത്തിക്കുന്നവരാണ്, പൂർണ്ണമായിട്ടുള്ള ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഓരോ വർഷത്തിലും പല പല രീതിയിലുള്ള ഫലങ്ങളാണ് വരുന്നത്. ചിലവരുടെ കാര്യങ്ങൾ നടക്കും, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, ചിലർക്ക് പല രീതിയിലുള്ള ആൾക്കാർക്ക് പല ഉള്ള സ്വപ്നങ്ങളൊക്കെയാണ്. ചിലരുടെ സ്വപ്നങ്ങളൊക്കെ നടക്കാറുണ്ട്, ചിലവരുടെ പകുതിക്ക് വെച്ച് നിന്ന് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വഴിപാട് ചെയ്താലാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി എന്താണ്? എല്ലാവർക്കും ഒരു ആവശ്യമുള്ളൂ, സാമ്പത്തികം വന്നാൽ ഇല്ലാതെ എല്ലാ പ്രശ്നങ്ങളും മാറി. പക്ഷേ സാമ്പത്തികം വരണ്ടേ? ജോലിക്ക് പോകുമ്പോഴത്തേക്ക് കടമാണ്. മാസം 20,000 രൂപ കിട്ടുന്ന വ്യക്തിക്ക് അവന് 20,000 രൂപ കിട്ടും, അവൻ കോടീശ്വരൻ പറയും. പക്ഷേ ഈ പൈസ കിട്ടുന്ന സമയത്ത് അവന് ഭയങ്കര നഷ്ടങ്ങളാണ്. അതായത് കറണ്ട് ചാർജ്, കേബിളിന് കാശ് കൊടുക്കണം, ഫോൺ റീചാർജ് ചെയ്യണം. ഒരു വീട്ടിൽ ചിലപ്പോൾ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് നെറ്റിന് കാശ് പോയി, ഇല്ലെങ്കിൽ റീചാർജ് ചെയ്യുമ്പോൾ ഈ പൈസ ഒക്കെ കുറയും. പിന്നെ ട്യൂഷൻ ഫീസ് കൊടുക്കണം, സ്കൂൾ ഫീസ്, പാല്, പത്രം, കേബിൾ, അങ്ങനെ 100 കൂട്ടുമ്പോൾ ഈ പൈസ തരും. പലരക്ക് കടയിലാകുമ്പോഴത്തേക്ക് പകുതി മുക്കാലും പൈസ തരും. പിന്നെ അവന് മിച്ചം പിടിക്കാനുള്ള പൈസ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വണ്ടി കേടായപ്പോഴെങ്കിൽ തീർന്ന്, പിന്നെ കടം മേടിക്കും. അങ്ങനെ 3-4 മാസം കടം മേടിക്കുമ്പോൾ ഈ പ്രശ്നമായിട്ട് വരുമ്പോൾ അവൻ തീർച്ചയായിട്ടും അവൻ്റെ ജോലി പോകും. കാരണം അവന് കടം പെരുകി. അപ്പോൾ അവന് മാനസിക ടെൻഷനുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാർ ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ട് ടെൻഷനല്ല. അപ്പോൾ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വിപുലീകരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2025 ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകും, സാമ്പത്തിക ലാഭവും ഉണ്ടാകും. നഷ്ടങ്ങൾ നമുക്ക് അവിടെ നിൽക്കണം, നമുക്ക് സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. അപ്പോൾ ഇവർ ജോലിക്ക് പോകുന്ന പൈസകൾക്ക് നമുക്ക് സാമ്പത്തിക ലാഭം വരും. എങ്ങനെ സാമ്പത്തിക ലാഭം ഉണ്ടാകും? അതായത് നിലവിൽ ഉത്രാടം നക്ഷത്രക്കാർ 2025 നിങ്ങളുടെ വർക്കിൻ്റെ അധ്വാനങ്ങളും കാര്യങ്ങളും കണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ജോലിക്കുള്ള ഓഫറുകൾ തീർച്ചയായിട്ടും വരും. അതായത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വിദേശത്ത് നിൽക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് നിലവിൽ സാലറി ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ സാലറി ഉള്ള ജോലികൾ വരുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക ലാഭം 2025 കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ നാട്ടിൽ ഒരു പ്രൈവറ്റ് കമ്പനി ജോലിക്ക് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു 20,000 രൂപ ആയിരിക്കും. അപ്പം വേറെ ഒരു കമ്പനി ഓഫർ വന്ന് അവിടെ 35,000 രൂപ സാലറി ഉണ്ട്, നിൻ്റെ വർക്ക് ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളെ വിളിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയ ജോലിയിൽ ഓഫറുകൾ വന്ന് നമുക്ക് 2025 സാമ്പത്തിക ലാഭം ഉണ്ടാകുക 2025. ഒപ്പം തന്നെ ആദ്യമേ കുറേ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ 2025 പൂർണ്ണമായിട്ടും നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. നമുക്ക് മറ്റൊരാളുടെ നിന്ന് നമുക്ക് പൈസ അമിതമായിട്ട് കൂടുതലായിട്ട് കടം മേടിക്കേണ്ട അവസ്ഥ 2025 ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല. ഒപ്പം തന്നെ ശാരീരികപരമായ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആരോഗ്യ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അതായത് എപ്പോഴും ഇവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തുമ്മൽ, ജലദോഷം, ഇല്ലെങ്കിൽ പൊടി സംബന്ധമായ അസുഖങ്ങൾ, കണ്ണിന് എപ്പോഴും ചൊറിച്ചിൽ വരും, നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്ക് ഭയങ്കര രീതിയിലുള്ള ക്ഷീണങ്ങൾ. അങ്ങനെ 2025 ജനുവരി ഒരു തുടക്കങ്ങളിൽ ഉണ്ടാകും. പക്ഷേ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഡോക്ടറെ കാണിക്കുക. ഒപ്പം തന്നെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ പഠന കാര്യങ്ങൾക്കൊക്കെ പൊതുവെ മടി കാണിക്കും. അതായത് നേരത്തെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പൊതുവെ ചെറിയ രീതിയിലൊരു ഉഴപ്പുകളും കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് ഇവർക്ക് പഠിക്കാനിരിക്കുമ്പോൾ തലവേദന ഉണ്ടാകുക, ട്യൂഷൻ ക്ലാസ്സിൽ നല്ലപോലെ മാർക്ക് മേടിച്ചിരുന്ന കുട്ടി, സ്കൂളിൽ നല്ലപോലെ മാർക്ക് മേടിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് പുറകിലെത്തി പോകുമ്പോഴത്തേക്ക് ടീച്ചർമാർ നമ്മളെ വിളിക്കുക പറയുമ്പോൾ നമുക്ക് അതും ഒരു മാനസിക ബുദ്ധിമുട്ട്. നിങ്ങളുടെ മോള് നല്ലപോലെ പഠിച്ചാൽ ഇപ്പോൾ ഇച്ചിരി ഉഴപ്പാണ്. പക്ഷെ ഒരു പരിധി വരെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി സരസ്വതി ദേവി ക്ഷേത്രത്തിൽ താമര കൊണ്ട്
സരസ്വതി മന്ത്ര അർച്ചന ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ ദോഷം വരെ ഒരിക്കലും ബാധിക്കത്തില്ല. ഒപ്പം തന്നെ പഠനകാര്യങ്ങൾ വീണ്ടും നല്ല പോലെ തന്നെ മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ അത് 2025 നോക്കിയിരിക്കരുത്. ആഴ്ചയെ പോയി വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, ഒരു വർഷക്കാലം ആഴ്ചയോ മാസത്തിലോ ഇവരുടെ നാള് വരുന്ന ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് സരസ്വതി ദേവിക്ക് ദുർഗാസങ്കല്പത്തിലുള്ളിടത്ത് സരസ്വതി മന്ത്രാർച്ചന താമര കൊണ്ട് തന്നെ ചെയ്യുക. താമര കിട്ടാത്ത ഭക്തജനങ്ങളാണെങ്കിൽ സാധാരണ പൂണ്ട് ചെയ്യുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ ഉത്തമം താമര കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇവർക്ക് സാമ്പത്തിക ലാഭം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ജോലിയിൽ പുരോഗതികൾ വരുന്നുണ്ട്, സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പോൾ നിലവിൽ ഉത്രാട നക്ഷത്രക്കാർ വീടിൽ, അതായത് വാടകയ്ക്ക് കിടക്കുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് വീട് മേടിക്കാനുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ 2025 ഉത്രാട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പല രീതിയിലുള്ള ശത്രുദോഷങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ നല്ലപോലെയല്ല 2024 ജീവിച്ച്, അപ്പോൾ 2024 നമ്മുടെ ജീവിത രീതികൾ നല്ലപോലെ മാറ്റം വരുന്നത് കണ്ട് ബന്ധുക്കാർക്കും പരിസരവാസികൾക്കും ശത്രുതാ മനോഭാവത്തിൽ വെച്ച് കൊള്ളിച്ചുള്ള രീതിയിലുള്ള വർത്തമാന കാര്യങ്ങൾ കേൾക്കാൻ ഇടവരുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, നേരത്തെ അവനൊരു മേശരി പണിക്കാരനായിരുന്നു, ഇല്ലെങ്കിൽ ഒരു മൈക്കാടി പണി 950 രൂപയ്ക്ക് ജോലി ചെയ്തു. അപ്പോൾ അവന് നല്ലപോലെ അവൻ്റെ ഇതൊക്കെ കണ്ടിട്ട് അവനെ വേറൊരു കമ്പനി ജോലിക്ക് വിളിച്ചു. അപ്പോൾ അവിടെ അവന് 35,000 രൂപ സാലറി. നേരത്തെ എങ്ങനെ കടന്നവനാ, ഇപ്പോൾ അതേ മാസം നല്ല സാലറി. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരുടെ കുത്തുവാക്കുകൾ കേൾക്കാനിട. അപ്പോൾ അങ്ങനെ നമുക്ക് ശത്രുതാ മനോഭാവം കയറും, നമുക്കുണ്ടാകും. അതായത് പല ആൾക്കാരുടെ പ്രാക്കുകൾ കാര്യങ്ങൾ. ഇപ്പം നേരത്തെ നിങ്ങൾക്കൊരു 2024 പഴയ വണ്ടിയാണ്, അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം വന്നതനുസരിച്ച് നമ്മൾ പുതിയ വാഹനങ്ങൾ മേടിക്കും, തീർച്ചയായിട്ടും മേടിക്കും 2025. അങ്ങനെ ബന്ധുക്കാർക്കും പരിസരക്കാർക്കും കൂട്ടുകാർക്കൊക്കെ ഒരു കുശുമ്പ് ഇല്ലെങ്കിൽ ഒരു അസൂയ, അതായത് നേരത്തെ നമ്മളോട് മിണ്ടിയ പല ആൾക്കാരുകളും 2025 ആകുമ്പോഴത്തേക്ക് നമ്മുടെ അസൂയയിലും ഒരു ശത്രുതാ മനോഭാവത്തിലായിരിക്കും നമ്മളോട് വർത്തമാന കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും എടുത്തറിയാം. ഒപ്പം തന്നെ 2025 വാർഷിക സഹജമായിരിക്കുന്ന ഉത്തരാട നക്ഷത്രക്കാരുണ്ടെങ്കിൽ കൃത്യമായി തന്നെ മെഡിസിൻ കഴിക്കുക. ഒപ്പം തന്നെ നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്ര അർച്ചന നടത്തുകയും ഒപ്പം തന്നെ അഹോര മന്ത്രം ജപിച്ച ചരട്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര, ഒപ്പം തന്നെ ദേഹരക്ഷയായിട്ട് മൃത്യുഞ്ജയ ഏലസ് ഇടുന്നത് ഇവർക്ക് ആരോഗ്യപരമായിട്ട് കൂടുതൽ മെച്ചം ഉണ്ടാകും. നമ്മൾ ഏത് രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, വഴിപാടുകൾ കൂടുതൽ കഴിക്കരുത്. അസുഖങ്ങൾക്ക് കൃത്യമായി ഡോക്ടറെ തന്നെ കാണിക്കുക. ഒപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് സാമ്പത്തികം വരുത്തുന്നത് കൃത്യമായി ജോലിക്ക് പോകുക. അപ്പോൾ ഈ ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഒപ്പം തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് നിലവിൽ വീട് ഇല്ലാത്തവരാണെങ്കിൽ 2025 വീട് മേടിക്കാനുള്ള സൗഭാഗ്യങ്ങളുണ്ടാകും. ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് തീർച്ചയായിട്ടും മാറിപ്പോകും. അപ്പം ഉത്രാട നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം എന്ന് പറഞ്ഞാൽ കേതുവിനെയാണ്. ഉത്രാട നക്ഷത്രക്കാർ കേതുവിനെ പ്രീതിപ്പെടുത്തുമ്പോഴത്തേക്ക് നിലവിലെ 2025 കർമ്മത്തിലുള്ള തടസ്സങ്ങൾ, ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പ്രാക്കുദോഷങ്ങൾ, നാവുദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, ക്ഷുദ്രദോഷങ്ങൾ, ഇതൊക്കെ മാറ്റം ഉണ്ടാകും. അപ്പോൾ കേതുവിന് കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുക. ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന നടത്തുക. ഒപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസം 3 മാസം വെള്ളിയാഴ്ച, അതായത് ഉത്രാട നക്ഷത്രത്തിൽ ഭഗവതി സേവ നടത്തുക. ഒപ്പം തന്നെ ഗണപതി ഹോമം നടത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുരോഗതികളും ഐശ്വര്യങ്ങളും ശത്രുദോഷങ്ങളൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ സാമ്പത്തിക ഭദ്രതകളും, അതായത് സാമ്പത്തികം തടസ്സം വരാതിരിക്കാൻ വേണ്ടി അച്ഛൻ വഴി അമ്മ വഴിയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. വീടിൻ്റെ അടുത്തുള്ള കാവിൽ, അതായത് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കുക കത്തിക്കാൻ വേണ്ടി. അതായിരിക്കും നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ 2025 ആകുമ്പോഴത്തേക്ക് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക ഉത്രാട നക്ഷത്രക്കാർ. അപ്പം നിലവിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ദോഷങ്ങളോ കൂടുതലോ അറിയാനുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറാണ്. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും രീതിയിലുള്ള മറുപടികൾ പറഞ്ഞു തരുന്നതാണ്. ഒപ്പം തന്നെ വിവാഹ കാര്യങ്ങൾ തടസ്സമുള്ള ഉത്രാട നക്ഷത്രക്കാർ 2025 അനുയോജ്യമായ വിവാഹ കാര്യങ്ങളൊക്കെ നടത്തും. സർക്കാർ തലത്തിലും സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സുപരമായ ആൾക്കാർക്ക് ഉത്രാടം 2025 നല്ല സാമ്പത്തിക ലാഭമുള്ള ഒരു വർഷമായിരിക്കും. അതായത് നമ്മുടെ കർമ്മരംഗത്തെ പുരോഗതികൾ കണ്ട് നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് ബഹുമതി കിട്ടും, ശത്രുദോഷം മാറുകയും ചെയ്യും. ഒപ്പം തന്നെ ശത്രുദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് തീർച്ചയായിട്ടും അത് മാറിപ്പോകുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള വഴിപാടുകളും കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ ഭഗവതി സേവ പറഞ്ഞത്. ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം ഉത്രാട നക്ഷത്രക്കാർക്ക് ഉണ്ടാകും, ടെൻഷൻ ആകണ്ട. അതായത് നമുക്ക് കുടുംബപരമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒരിക്കലും നമ്മളെ കടബാധകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ചില ആൾക്കാർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, തീർച്ചയായിട്ടും നടക്കും. അപ്പം 2025 നോക്കരുത്. കഴിവതും ഭക്തജനങ്ങൾ ആഴ്ചയിൽ പോയി കേതുവിനെ പ്രീതിപ്പെടുത്തി കരിക്കഭിഷേകം നടത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക. ഒപ്പം തന്നെ
നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്ത് ദോഷങ്ങളും 2025 വന്നാലും എൻ്റെ ഈശ്വരൻ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ആത്മാർത്ഥമായ വിശ്വാസം ഉത്രാട നക്ഷത്രക്കാർക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.